ഇവിടെ എത്തിയല്ലടാ. വരേണ്ട അടുത്ത് വന്നല്ലേ പറ്റൂ. നിന്റെ ഉദ്ദേശം എന്താടാ? സിമ്പിൾ. തമ്പി മുതലാളിയുടെ മോളുടെ രഹസ്യ ഭർത്താവായി ശിഷ്ടകാലം ഇവിടെ അങ്ങ് കഴിയുക. പണ്ടും അച്ഛൻ എന്നെ ഒരുപാടെടുത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, തോൽപ്പിച്ചിട്ടുമുണ്ട്. അച്ഛനിപ്പോ പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ട് കണ്ണിൽ നോക്കി കീറി മുറിച്ചിട്ടുണ്ട് എന്റെ മനസ്സ്. ഒരു പുത്തൻ കാറ്, അതും വലുത് വേണം, ടാക്സി ഓടാൻ പറ്റിയത്. അച്ഛനെ കൊണ്ട് വാങ്ങി നൽകാമെന്ന് ഞാൻ വാക്കുകൊടുത്തു പോയി. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നേ? അല്ലാതെ പിന്നെ ഇത്തരമൊരു കാര്യം, അതും സ്വന്തം മകളെ കുറിച്ച് കെട്ടിച്ചമച്ച് പറയാൻ എനിക്കെന്താടി ഭ്രാന്തുണ്ടോ? ഈശ്വര, എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. ഒരിക്കൽ ഒഴിഞ്ഞു പോയെന്ന് കരുതിയ മഹാബാധ വീണ്ടും വന്നു എന്ന് വെച്ചാ? അങ്ങനെ വെറുതെ വന്നല്ലോ. പട്ടുപരവതാനി വിരിച്ച് ആനയിച്ച് ആശ്ലേഷിച്ച് കൊണ്ടുവരികയല്ലേ നിന്റെ മോള്. എന്റെ വായിലിരിക്കുന്നൊന്നും കേക്കരുത്. എന്റെ മോളെന്ന് പറഞ്ഞാലേ ഞാൻ കെട്ടിക്കേറി വന്നപ്പോ തോൾസഞ്ചിയിലിട്ട് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ. എന്നെക്കാളും കൂടുതൽ അവളെ ഓമനിച്ചതും പുന്നാരിച്ചതും ഒക്കെ നിങ്ങളല്ലായിരുന്നോ? അതാ എനിക്ക് പറ്റിയ തെറ്റ്. അച്ഛന്റെ നെഞ്ചിൽ ചവിട്ടി നടക്കാൻ പഠിച്ചവള് അച്ഛന്റെ നെഞ്ചിലെ മുഖത്തും ഇപ്പൊ ആഞ്ഞു ചവിട്ടുന്നു. പക വീട്ടുകയാ അവള്. അങ്ങനെ പക വീട്ടാൻ മാത്രം അവളോട് നിങ്ങൾ എന്ത് മഹാപാപമാ ചെയ്തത്? ഇല്ല, ഞാനായിട്ടൊന്നും പറയുന്നില്ല. ആര് വിചാരിച്ചാലും അങ്ങനെ തോൽപ്പിക്കാനാവില്ല തമ്പിയെ. ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഞാൻ പിഴുതു കളയാൻ ആഗ്രഹിച്ചവനാ. ഇപ്പൊ എന്റെ നെഞ്ചത്ത് കസേര വലിച്ചിട്ടിരിക്കുന്നു. അവന് വെഞ്ചാമരവും വിശറയുമായി എന്റെ മകളും മനസിജൻ. എനിക്കറിയാം എന്ത് വേണം. ഇത് എവിടെ പോയി കിടക്കുവാ മനസ്സിജൻ? എന്താ കൂട്ടു ഇത്? മൊത്തത്തിൽ നനഞ്ഞിരിക്കുവാണല്ലോ. തല തോർത്ത്, അല്ലേ വല്ല പനി പിടിക്കും. എന്നാലേ മനസ്സിജൻ തോത്തി തന്നാ മതി. ഞാനോ? മനസ്സിജൻ തോത്തിയാ മതി. എന്റെ അച്ഛൻ എന്നെ തോത്താറുണ്ടല്ലോ, വലിയേട്ടനും തോത്താറുണ്ട്. തോത് മനസ്സിജ, എന്റെ തണുത്ത് പനി പിടിക്കും. ഇവിടെ ഇങ്ങനെ തോത്തി പനി വരും. നീ ഇവിടെ തോന്നണേ. ഇവിടെ തോത്തി, ഇവിടെ അമ്മത്തി തോത്ത്. തോർത്തട്ടെ, പനി പിടിക്കും. വെള്ളം ഇരിക്കുന്നേ, തോർത്തട്ടെ. എന്താ കുട്ടി കാണിക്കുന്നേ? കുളിപ്പിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ തുടങ്ങിയോ? അല്ല, കുട്ടിമണിക്ക് പനി വരുമെന്ന് പറഞ്ഞപ്പോ ഇന്ന് തോർത്ത് പിടിച്ചോ? ഒരുപാടങ്ങ് കിഴക്കോട്ട് പോവല്ലേ, പിന്നെ കുളിപ്പിച്ച് കിടത്തുന്നത് ഞാനായിരിക്കും. മതി, അത് പിന്നെ നിനക്കറിയാലോ എനിക്ക് നിന്നോടുള്ള പൊസസീവ്നെസ്. അത് അറിഞ്ഞു വെച്ചോണ്ട് നീ എന്നെ ഭ്രാന്താക്കരുത്. കൊച്ചേച്ചി തോർത്തി തന്നാ മതിയോ? ആര് തോർത്തിയാലും തലയിൽ വെള്ളം ഇറങ്ങാതിരുന്നാ മതിയല്ലോ. മനസ്സിജൻ പോ. കാറ്റ് കളഞ്ഞു. ഇതെന്നാ മുടിഞ്ഞ കാലാവസ്ഥയാ. മഴയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ മഴ, വെയിലെന്ന് പറഞ്ഞാൽ തീക്കട്ട ഉരുകി വീഴുമ്പോഴത്തെ വെയില്. ആകാശത്തിന്റെ മോന്തയ്ക്കിട്ടൊരെണ്ണം കൊടുക്കാൻ തോന്നും. വല്യണ്ണൻ എന്നാ വർത്തമാനമായി പറയുന്നേ? എങ്ങനെ പറയാതിരിക്കും. മഴയില്ലായിരുന്നെങ്കിലേ വളമിടലെല്ലാം തീർത്ത് ഒരു യാത്രയ്ക്ക് പോകാമായിരുന്നു. എവിടേക്ക്? ഗുരുവായൂർക്ക്. അല്ലാതെ എവിടേക്കാ? കുചേല നൗൽപതിയും കൊണ്ട് ചെല്ലുന്നത് പോലെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ചെന്നൊന്ന് കാണണം. അല്ലെങ്കിലേ പുള്ളിക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്കും വഴിപാടുകൾ എമ്പടി മിച്ചം കിടക്കുകയാണ് വല്യണ്ണ. സീതമോളുടെ കല്യാണം നടക്കാനും ആദ്യത്തെ ദോഷം മാറാനുമായി. ആദ്യത്തെ ദോഷം? നീ ഇതുവരെ അതൊന്നും മറന്നില്ലേ? എങ്ങനെ മറക്കും വല്യണ്ണ അതൊക്കെ? ഉറക്കത്തിൽ ഞെട്ടി ഉണരുമ്പോ പോലും ആ ദിവസം മനസ്സിലേക്ക് വരും. ഒരു കൊള്ളിയാൻ വന്ന് നെഞ്ചിനകത്ത് അടിക്കുന്നത് പോലെ, കത്തി ഉരുകി ചാമ്പലാകുന്നത് പോലെ തോന്നും.
ഞാൻ ഇത്രയും അനുഭവിക്കുന്നു. അപ്പൊ എന്റെ സീതമോളുടെ കാര്യവും. എടി, നിങ്ങൾ അമ്മയ്ക്കും മോക്കും നല്ല തല്ല് കിട്ടാത്തതിന്റെ കുഴപ്പം. എടി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ദൈവം പുതിയൊരു വഴിയും തെളിച്ചു തന്നു. പക്ഷെ പഴയ കഷ്ടകാലവും കണ്ണീരും നിങ്ങൾ തലയിലെടുത്തേ മുമ്പോട്ട് പോകുമെന്ന് വാശി പിടിച്ച മനഃപൂർവ്വമാണോ വല്യണ്ണ? എങ്ങനെ മറക്കും? എത്ര നാൾ ഒളിപ്പിക്കും അതൊക്കെ? എല്ലാ സത്യവും ബാലനും വയലോരം വീട്ടുകാരും അറിയുന്ന ദിവസമാ ഇപ്പോഴത്തെ പേടി സ്വപ്നം. സീതയും കൊണ്ട് ബാലൻ ഇവിടേക്ക് വരുന്നതാ ഇപ്പൊ നെഞ്ചിനുള്ളിലെ കുടുക്കം. അവൻ എന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി നിങ്ങളൊരമ്മയാണോ എന്ന് ചോദിക്കുന്നത് പലതവണ ഒരു ദുസ്വപ്നമായി എന്റെ ഉറക്കം കളഞ്ഞു. വനജേ, സത്യമാ വല്യണ്ണ. ദൈവത്തിന്റെ മുമ്പില് എന്തു പ്രാർത്ഥിക്കണമെന്ന് പോലും എനിക്കിപ്പോ അറിയില്ല. ദൈവങ്ങളുടെ മുഖത്ത് നോക്കാൻ തന്നെ ഭയം. എങ്കിലും പറഞ്ഞ നേർച്ചയും വഴിപാടുകളും ഒക്കെ നടത്തിയ എന്റെ കൊച്ചിനെ ഒരു ചെറുവിരലുകൊണ്ടെങ്കിലും ദൈവം ചേർത്ത് പിടിക്കുമെന്നൊരു പ്രതീക്ഷ. ഞാൻ വേണമെങ്കിൽ എന്റെ ജീവൻ കൊടുക്കാമായിരുന്നു. നീ വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് ദണ്ണമില്ലാഞ്ഞിട്ടാണോടി? 4 വർഷം മുമ്പത്തെ ആ ദിവസമാ ഈ പൂക്കോടി രാഘവൻ ജീവിതത്തിൽ ആദ്യമായി കരഞ്ഞത്. കണ്ണിൽ നിന്ന് വന്നത് നെഞ്ചു പൊട്ടിയ ചോരയായിരുന്നടി. നമ്മളിനി എന്തു ചെയ്യും വല്യണ്ണ? നമ്മളൊന്നും ചെയ്യണ്ട. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല. ദൈവത്തിന് നമ്മളെ അറിയാം. ആ നശിച്ച ദിവസത്തിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ആ പെങ്കൊച്ചനെ ദൈവം ശിക്ഷിക്കത്തില്ല. എനിക്കുറപ്പാ. അത് പിന്നെ അടുത്ത ചൊവ്വാഴ്ച ആ ദിവസം നമ്മൾ എന്തെങ്കിലും ചെയ്യണം. നമ്മൾ തലയിൽ കുത്തി നിൽക്കണം. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിന്റെ തലയിലോട്ട് ഒന്നും കേറുന്നില്ലല്ലേ? അതോ ജീവിതം നശിപ്പിച്ചേ അടങ്ങുമെന്ന് വാശിയാണ് അമ്മയ്ക്ക് മോക്കും? എന്തായാലും അന്നും ഇന്നും ഒക്കെ എല്ലാത്തിനും മുമ്പ് നിൽക്കുന്നത് ഞാനല്ലേ? ഞാൻ പറയാം എന്ത് വേണമെന്ന്. എന്നെ ചോദ്യം ചെയ്യാനാണോ എസ്റ്റേറ്റിലേക്ക് വിളിച്ചു വരുത്തിയത്? എന്നാലും എങ്ങനെ ധൈര്യം വന്നിട്ട് നിനക്ക് ഞങ്ങളോട് ഇത്രയും വലിയ കൊലച്ചതി ചെയ്യാൻ? അമ്മേ, സ്വന്തം തന്തയോടും തളയോടും വന്നിന്റെ പ്രതികാരം അല്ലടി? ദുഷ്ടേ, ഞങ്ങൾ ആട്ടി പുറത്താക്കിയവനെ നീ അടുക്കള വാതിൽ കൂടി അകത്ത് കയറ്റി അല്ലേ? ഇങ്ങനെയൊന്നും പറയരുത്. ഓ, പിന്നെ ഞാൻ എങ്ങനെ പറയണം? ചങ്ക് പൊട്ടിയ നിന്റെ അച്ഛൻ ഇന്നലെ കയറി വന്നത്. ആ മനുഷ്യന്റെ മുഖം കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. നിന്നെ കൊല്ലാനുള്ള വാശിയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മേ, വിളിക്കരുത് നീ എന്നെ അങ്ങനെ. വിളിക്കരുത്. എന്റെ വയറ്റിൽ തന്നെയാണോ നീ പറഞ്ഞത്? അവിടെ ഒരു മനസ്സിജൻ നീ ഒരു കാലത്തും കൂടെ. അമ്മേ, ശപിക്കരുത് അമ്മേ, ശപിക്കരുത്. എന്റെ മനസ്സ് അമ്മയൊന്ന് കാണണം. മനസ്സില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അമ്മേ. ആഹാ, പറ്റത്തില്ലേ? പറ്റത്തില്ല. ഉറപ്പാണോടി? ഉറപ്പാ. നിന്റെ വാക്കിന് മാറ്റമില്ല? കൊന്നാലും മാറില്ല. എന്നാലും നിന്റെ പ്ലാൻ കൊള്ളാവിടി. ഭയങ്കര ബുദ്ധി തന്നെ. എന്റെ പ്ലാനാണോ ഇത്? അമ്മയുടെ പ്ലാൻ അല്ലേ? എന്നിട്ട് ഭയങ്കര അഭിനയം. എന്റെ അമ്മ കള്ളി. അതിലും വലിയ കള്ളിയല്ലേടി നീ. നിന്റെ അച്ഛൻ ഇന്നലെ പൗഡറും പൂശി വയലൂരും വീട്ടിലേക്ക് തൂത്തുകുലുക്കി പോയപ്പോഴേ എനിക്കറിയായിരുന്നു തിരിച്ചു വരുന്നതേ ജലജേന്ന് വിളിച്ച് വിയർത്ത് കുളിച്ചായിരിക്കുമെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. മനസ്സിന്റെ ചോറ് വേണോ? വേണ്ട, കുട്ടിമണി കഴിച്ചോ. കുട്ടൊന്നും വിളിക്കുന്നേ. ശരി, പുട്ട് കഴിച്ചോ. പപ്പടം കണ്ടോ? വലിയ പപ്പടാ. വേണ്ടാഞ്ഞിട്ടാ, എനിക്ക് വിശപ്പില്ല. അതെന്താ വിശക്കാത്ത? അയ്യോ, എനിക്കാണെങ്കിലേ എപ്പോഴും അങ്ങ് വിശപ്പാ. ആണോ? അപ്പച്ചമ്മ പറയേ എന്റെ വയറ്റില് കോഴിയും കുഞ്ഞുങ്ങളും ഉണ്ട്. ആണോ മനസ്സില? എന്റെ വയറ്റില് കോഴിയും കുഞ്ഞുങ്ങളും ഉണ്ടോ? ഏയ്, അതൊക്കെ അപ്പച്ചി വെറുതെ പറയുന്നല്ലേ. കുട്ട് കഴിക്കും. വേണ്ട, എനിക്ക് വാരി തന്നാ മതി. അത് പിന്നെ അതെ അമ്മേ, എനിക്ക് ഓരോ ഉരുളായിട്ടാ ചോറ് വാരി തരുത്. എനിക്ക് അങ്ങനെ തന്നാ മതി മനസ്സില. അയ്യോ, കുട്ട് തന്നെ കഴിച്ചാ മതി. വലിയ കുട്ടിയല്ലേ? അല്ല, ഞാൻ കൊച്ചു കുട്ടിയാ. കുട്ടിമണിയാ. എനിക്ക് ഉരുള വേണം. വേണ്ട കുട്ടു, ആരെങ്കിലും കണ്ട കളിയാക്കൂലേ? കളിയാക്കുന്നവരെ കൊണ്ട് ഞാൻ കുത്തിപ്പൊട്ടിക്കും. തരാനേ താ. വേണ്ട. കുട്ടു, അവിടെ നിൽക്കാൻ.
ആ കഴിക്കുന്നേ ആ. ഈ കറി മതി. അതെനിക്ക് ഇഷ്ടാ. പാത്രം ഉരുളയാക്കി വെച്ചേക്കുക. കഴിക്കും അതിന് ഭയങ്കര എരി. എനിക്ക് ഇത് മതി. ഇതോ ആ കഴിക്കുന്നേ ഉരുളയാക്കി വെച്ചേക്കുവാ. ഇതാ കഴിക്കും. എനിക്ക് പപ്പടം മതി. പപ്പടം തരാം എനിക്ക് പപ്പടം ഇഷ്ടാ. തരാം. ഇതാ പപ്പടം. കഴിക്കുന്നേ പപ്പടം വേണ്ട. കൊച്ചേച്ചി. ഓ ഇത്രടം വരെ ആയല്ലേ കഥ. എന്റെ കണ്ണ് തെറ്റാൻ കാത്തിരിക്കുവായിരുന്നല്ലേ പെണ്ണിന്റെ അടുത്ത് തോളിൽ വെക്കാൻ. മതി ഞാൻ മിണ്ടരുത്. കൊച്ചേച്ചി, വാ, നമുക്ക് കളിക്കാം. വാ. ഈ കളിയില് കൊച്ചേച്ചി നിങ്ങളുടെ ഒപ്പം ഉണ്ട് മോളെ. ഒടുവില് കൊച്ചേച്ചിയെ ജയിക്കും. അരി അരച്ചതെടുത്ത് വെക്കണായിരുന്നു, അതാ പോയത്. ബാലേട്ടന് ഉറങ്ങുന്നില്ലേ? കണ്ണും വെച്ച് കിടക്കുവായിരുന്നല്ലേ? തനിക്ക് എന്നോടെന്തോ പറയാനുണ്ടല്ലോ. അതെന്താ ബാലേട്ട അങ്ങനെ ചോദിച്ചേ? അല്ല, തന്റെ ഈ ആമുഖം പറച്ചിൽ കേട്ടപ്പോ എനിക്ക് തോന്നി. പറയാനുണ്ടോന്ന് ചോദിച്ചാ ഒരു ചെറിയ കാര്യം. അടുത്ത ആഴ്ച എനിക്കൊരു അമ്പലത്തിൽ പോണം. എവിടെയത്? കുറച്ചു ദൂരെയാ. കാട്ടിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയും. പണ്ട് ഞാൻ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന അമ്പലമാ. ഭയങ്കര ശക്തിയുള്ള ദേവിയാ. എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും. എങ്കിൽ പിന്നെ എനിക്കൊരു ലോട്ടറി അടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്ക്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ. അല്ല, ഞാൻ വരണ്ടേ? ഞാൻ പോയിക്കൊള്ളാം ബാലേട്ടാ. അതെന്താ ഞാൻ വരണ്ടാത്തത്? ഏയ് ഒന്നുമില്ല. ഒരു ദിവസം വെറുതെ കട അടച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്താ. ഓ അങ്ങനെ. രവിയേട്ടനെ കുറിച്ചുള്ള എന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റുവ കേട്ടോ. എന്തുപറ്റി? രവിയേട്ടൻ അറിയാലോ, നമ്മുടെ ബന്ധത്തിന് മുൻകൈ എടുത്തത് ഞാനാ. സത്യം പറഞ്ഞ എന്റെ അമ്മയ്ക്കോ ബന്ധുക്കൾക്കോ ഈ ഒരു കല്യാണം ഇഷ്ടമല്ലായിരുന്നു. ഈ ചെറിയ വീടും ഇവിടുത്തെ പരിമിതികളും ഒക്കെ അവർ ഉയർത്തിപ്പിടിച്ചതാ. ഇത്രയും ദിവസം പറയാത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നത്? മതി. ഇതിനെല്ലാം ഞാൻ നേരിട്ടതേ രവിയേട്ടനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു. പക്ഷെ രവിയേട്ടൻ എന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. എന്റെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റ് സംഭവിച്ചെന്നാ പറയുന്നേ? ഗുണമില്ല ദോഷവും ഇല്ല, അത് തന്നെ. എന്റെ പൊന്നു മതി, നീ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കേ. ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറയാതെ തന്നെ മനസ്സിലാക്കണം. എന്റെ അച്ഛന്റെ ഒരേ ഒരു മരുമകനാ രവിയേട്ടൻ. എന്റെ അച്ഛന്റെ കമ്പനികളും കാര്യങ്ങളും ഒക്കെ രവിയേട്ടന്റേതുവാ. അതിലെന്തെങ്കിലും കാര്യത്തിൽ രവിയേട്ടൻ ഇന്നുവരെ ഇടപെട്ടിട്ടുണ്ടോ? നിന്റെ അച്ഛൻ ഇതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതാണ് രവിയേട്ടന്റെ കുഴപ്പം. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതും. എന്റെ കമ്പനിയിൽ രവിയേട്ടൻ ഇടപെടുന്നതിന് അച്ഛൻ പ്രത്യേകിച്ച് ക്ഷണിക്കണോ? രവിയേട്ടന്റെയും കൂടെ അല്ലേ അത്? രവിയേട്ടൻ എന്തിനാ അന്യനെ പോലെ മാറി നിൽക്കുന്നത്? അല്ല, ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാത്തിലും കയറി ഇടപെടുക എന്ന് വെച്ചാ. പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ലേ രവിയേട്ടൻ എന്റെ ഭർത്താവായത്. അപ്പൊ എനിക്കുള്ളതിലൊക്കെ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അച്ഛന്റെ ഒരു നേച്ചർ എനിക്കറിയാം. ഒന്നും പറയില്ല, പറയാതെ ആളുകളെ അളക്കും. ദേ ഇപ്പൊ തന്നെ രവിയേട്ടൻ എഫിഷ്യന്റ് ആണോന്ന് അച്ഛൻ സ്റ്റഡി ചെയ്തോണ്ടിരിക്കുക. അച്ഛൻ പറയാതെ തന്നെ രവിയേട്ടൻ കമ്പനി കാര്യങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങണം. അച്ഛന് വലിയ സന്തോഷമാവും. പറ്റിയ അടുത്ത ദിവസം തന്നെ ഒന്ന് എറണാകുളത്ത് പോണം. ഓഫീസിലെ സ്റ്റാഫുകളെങ്കിലും ഒന്ന് പരിചയപ്പെടണ്ടേ? പോവാല്ലേ? പോകണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണം. രവിയേട്ടനെ പറ്റി അച്ഛൻ നല്ലത് പറയുന്നത് കേൾക്കുന്നത് എനിക്കൊരു സന്തോഷമല്ലേ? പോയേക്കാമേ, നാളെ തന്നെ പോയേക്കാം. മിടുക്കൻ. നീ ആദ്യമായിട്ട് കാണുക ഓക്സിജന്? വെറും ഓക്സിജൻ അല്ല, പിന്നെ ഈ നാടിന്റെ രക്ഷകനാടാ മുത്ത.
തിങ്കൾ കുറിയ ഗ്രാമരക്ഷകൻ എന്ന് പറയാം. ഈ ഗ്രാമസേവകൻ എന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, അത് ഞാൻ. ഇത് രക്ഷകൻ. മെമ്പറെ ഗ്രാമ വഞ്ചകനെന്നും ചിലര് വിളിക്കാറുണ്ട്. ശാന്തേ, ചുമ്മാ ചൊറിയാ നിക്കല്ലേ, നിനക്ക് സൊള്ളാൽ കൂടുതല. അല്ല പിന്നെ, അയ്യോ എന്തുമാത്രം കോളുകളാ ഈ ഓക്സിജന്. എന്നെയാണെങ്കിൽ കസ്റ്റമർ കെയർ എന്ന് പോലും വിളിക്കാറില്ല. സുഹൃത്തുക്കളാ മെമ്പറെ, വണ്ടി ഓട്ടം വിളിച്ചതാ. ഇനിയിപ്പോ ഓക്സിജൻ എന്തിനാ ടാക്സി വണ്ടി? അല്ല, ബാലൻ പറഞ്ഞല്ലോ പുതിയ കാർ മേടിക്കാൻ പോവാന്ന്. അത് പിന്നെ രവിയേട്ടന്റെ വൈഫിന്റെ ഒരു ഐഡിയ. ഐഡിയ ആരുടേതായാലും എന്താ, നമുക്ക് കാർ കിട്ടിയാ പോരെ. ഒരു ഐഡിയ മതി നമ്മൾ മൊത്തത്തിൽ ചേഞ്ച് ആകാനെന്താ, അല്ലയോ? നീ എന്താടാ ഒരുമാതിരി ഇഞ്ചിയുടെ പോലെ ഇരിക്കുന്നത്? കൊരങ്ങനല്ലേ ഉദ്ദേശിച്ചത്? അല്ല, അത് പിന്നെ അതല്ല ഞാൻ ചിന്തിക്കുന്നത്. എങ്ങനെ ഇത്ര പെട്ടെന്ന് ഈ ഓക്സിജൻ അല്ല ഈ മനസ്സിജൻ കുട്ടിമണിയെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാ. അതിന് നീ എന്തിനാടാ അത് ചിന്തിച്ച് ബുദ്ധിമുട്ടുന്നേ? ഒരു നാടിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, അത്ര തന്നെ. എന്നാലും ബുദ്ധി കുറവുള്ള ഒരു കുട്ടിയെ പെട്ടെന്നൊരാൾ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നതിൽ ഒരു ശരിയടില്ലേ? അപ്പോ ഞാൻ ഇറങ്ങട്ടെ മെമ്പറെ. ഒരുപാട് നേരം എന്നെ കാണാതിരുന്ന കുട്ടിമണി വിഷമിക്കും. അയ്യോടാ, ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഈശ്വരാ, അങ്ങനെ തന്നെ കാത്തോണേ. അതെ, അടുത്തിരിക്കുമ്പോഴൊന്ന് സൂക്ഷിച്ചോണം. 3 മണിന്നൊന്നും വിളിക്കരുത്. എന്നാ പിന്നെ മെമ്പറെ ഞാനും ഇറങ്ങിയേക്കാം. എന്റെ പൊന്നു മതി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ അറിയാത്ത എന്ത് രഹസ്യം എനിക്ക്? ഞാൻ ചുമ്മാ നാട്ടിലേക്കൊന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ. വിശേഷമുണ്ടോ? എന്ത് വിശേഷം? ശരി, ഞാൻ വന്നിട്ട് പറഞ്ഞാൽ മതി. അരമണിക്കൂറകം ഞാനും എത്തും. വെച്ചോ, ഞാൻ വിളിക്കാം. ഇപ്പൊ വരാന്ന്. അണ്ണു, ചായക്കട നിറയെ പാരകളായതുകൊണ്ട് അണ്ണനോട് വിശദമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഇപ്പൊ ബിസിയാണോ? ആണെങ്കിൽ അല്ല, എനിക്ക് വേണ്ടി ഒന്ന് ഫ്രീ ആവാൻ പറ്റുമോ? എന്തിനാ? അണ്ണൊന്ന് വാ. എനിക്കൊരു ഇടത്താവളമുണ്ട്. വല്ലപ്പോഴും 2 കുപ്പി കള്ളടിക്കുന്ന സ്ഥലവാ. പോകുന്ന വഴിക്ക് നല്ല ഒന്നാന്തരം കുടങ്കള്ള് കിട്ടും. ഇവിടുത്തെ പോലെ പൊടി കലക്കിയതൊന്നുമല്ല, നല്ല ഒന്നാന്തര സാധനം. 916 ഹോൾമാർക്ക് സാധനം. കേട്ടോണ പറയുമ്പോഴേ ഞാൻ അണ്ണന്റെ ഭാര്യയെക്കുറിച്ച് അമിത സ്വാതന്ത്ര്യം എടുത്തെന്ന് തോന്നരുത്. പെണ്ണെന്ന് പറഞ്ഞ അണ്ണന്റെ ഭാര്യ തന്നെ അണ്ണാ പെണ്ണ്. ഞാൻ ഏതെല്ലാം നാട്ടിൽ പോകുന്നു, ഏതൊക്കെ തരം പെണ്ണുങ്ങളെ കാണുന്നു. ഈ സൈക്കിളിലെ ലോകം ചുറ്റുന്നവനല്ലേ ഞാൻ. കൊളംബസെ അമേരിക്ക കണ്ടുപിടിച്ച് പോയി, ഇല്ലേലേ ഞാനത് കണ്ടുപിടിച്ച് പോയേനെ. അപ്പൊ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ചാല്, ഇത്രയും ലക്ഷണമൊത്തിരി പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എങ്ങനെ ഇത്ര കൃത്യമായിട്ട് കുട്ടിമണി അറിയാം? ഒരുമാതിരി കൊണസ്റ്റ് ചോദ്യം ചോദിക്കല്ലേ അണ്ണാ. നമ്മൾ നേരെ വാ നേരെ പോ, ട്രെയിൻ പാളം പോലെ സ്ട്രേറ്റ് ഫോർവേഡ്. ഞാനേ എന്തുമാത്രം വളയിട്ട് കൊടുത്ത കൊച്ചാണെന്ന് അറിയോ? അതുപോലെ എന്തുമാത്രം പൊട്ടുതൊടിച്ചു കൊടുത്തിരിക്കുന്നു. ദേ, ഈ സൈക്കിളിൽ നിറങ്ങാനേ അവക്ക് നേരം ഉണ്ടായിരുന്നോ? ആ, അതൊക്കെ ഒരു കാലം. അല്ല, കുടിക്കുന്നില്ലേ? നല്ല കള്ള. വേണ്ട, ഞാൻ കപ്പഴിക്കുന്നുണ്ടല്ലോ, അത് മതി. കള്ള് വേണ്ട എന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. അല്ലേണ, എങ്ങനാ നിങ്ങളുടെ ദാമ്പത്യമൊക്കെ? അല്ല, ചുമ്മാ ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചാണേ. കൊച്ചല്ലേ അവള് അണ്ണനെ ഭർത്താവായി അംഗീകരിച്ചോ എന്ന്? ആഹാ, അതാണോ? അത് തന്നെ. കുട്ടിമണിക്ക് എന്നെ ജീവന, അതല്ലേ അവൾ എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. പിന്നെ ഇപ്പൊ അവക്ക് ബുദ്ധി കൂടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരു കുടവും കൂടെ വാങ്ങിക്കേണ്ടതായിരുന്നു. അവിടെ ഇപ്പൊ നിനക്ക് എത്ര ദിവസത്തെ മീറ്റിംഗ് ആ രവി? അത് 3 ദിവസത്തെ. എന്താ പച്ചയമ്മേ? അല്ല, ഇവനിങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടൊന്നുമില്ല. അച്യുതൻ ഉള്ളപ്പോഴാണെങ്കിലും രവി എവിടെയെങ്കിലും പോയാ സന്ധ്യ ആവുമ്പോ അച്യുതൻ പോയി കാത്തു വയ്ക്കും. പിന്നെ ഇവൻ തിരിച്ചു വരുന്നത് വരെ നെഞ്ചിനകത്തൊരു പരവേശവും പിടപെടപ്പുവാ. എന്റെ ഈശ്വര, രവീട്ടന് ഇത്ര വലിയ ഇള്ളക്കുട്ടിയായിരുന്നു ഇവിടെ. ഇപ്പൊ കലമോളുടെ അച്ഛന്റെ കൂടെ അല്ലേ നാത്തൂനെ? ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റൂ? ആ, ബാലനോ അരിക്കടയിൽ ഒതുങ്ങി.
രവിയെങ്കിലും നല്ല ഉദ്യോഗം ചെയ്യട്ടെ. ഇതിപ്പോ കലമോളുടെ കമ്പനി നോക്കാനല്ലേ, സ്വന്തം വീട് നോക്കി നടത്തുന്ന പോലെ തന്നെ. കേട്ടോ സീതേച്ചി, ഈ രവിയേട്ടന് പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞ ഞാനിപ്പോ കുത്തി ഇളക്കി വിടുവാ. ആ അത് പിന്നെ 2 ദിവസത്തേക്കാണെങ്കിലുവേ കലമോളെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമം കൊണ്ടാ. എന്റെ പൊന്ന് സീതേർത്തി, ഈ പാവപ്പെട്ടവനൊന്ന് ജീവിച്ചു പൊയ്ക്കോട്ടെ. അയ്യോ, നീ ഇതെവിടായിരുന്നു? ഇതെവിടുന്നാ? ഞാനേ ആ വേലക്കിലെന്നപ്പോഴേ നോബി തന്നതാ. കുഞ്ചരിയാച്ചന്റെ ഭാവി അവനെ ഏറിഞ്ഞിട്ടതാ. എന്റെ ഭഗവതി, ഇനി ആ മൂശാട്ട മുതുക്കൻ ഇങ്ങോട്ട് വഴക്കിന് വരുവോ? വഴക്കിന് വരാൻ ഞാൻ ഒന്നും ചെയ്യില്ലല്ലോ. ഞാൻ നമ്മുടെ വേലക്ക് ചുമ്മാ നിന്നല്ലോ. അങ്ങനെ ചുമ്മാ നിന്നപ്പോ ചുമ്മാ കിട്ടിയ മാങ്ങിയ. അല്ലേലും കുഞ്ചരിയാച്ചന് വരാൻ പറ്റുന്നില്ല വഴക്കിന്. അതെന്താ? നോബി എറിഞ്ഞെടുക്കല്ലേ കുഞ്ചരിയാച്ചന്റെ തലല്ല വീട്. ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. നോബി അവിടുന്ന് ഓടി വരുന്ന വഴിയാ എനിക്ക് മാങ്ങ തന്നെ. അയ്യോ എന്റെ ഈശ്വര, അവളുടെ ഒരു മൂങ്ങ. വല്യച്ചിക്ക് വേണോ ഈ മാങ്ങ? കൊച്ചിക്ക് വേണോ? വേണ്ട, മോള് തിന്നു. എന്നാ ഞാൻ നിന്നോളാം. അയ്യോ ഉപ്പൂട്ടി തന്നെ നല്ല രസാ. അയ്യോ കുഞ്ഞേട്ടൻ എവിടെ പോവാ? ഞാൻ അങ്ങ് ദൂരെ. ദൂരെന്ന് വെച്ചാ എവിടെയാ? പ്രേഷ്യലോ? ഒന്ന് പോടി, അവളുടെ ഒരു പ്രേഷ്യ. ഞാൻ പോകുന്നതേ എറണാകുളത്തിന്. എറണാകുളോ? അവിടെ മൊത്തം കൊള്ളാ? കുളമല്ല, കയം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പിന്നെ കഴിക്കാം. ആഹാ, സിജനാണല്ലോ ശകുനം. ആ രവിയണ്ണ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മിണ്ടത്തില്ല. കുട്ടിമണി, പുതിയ വളയൊക്കെ വന്നിട്ടുണ്ട്, എടുക്കട്ടെ? ഏതാ, ഞാനങ്ങ് പോട്ടെ. ഓ പൊക്കോളാം. ഒരു ചെറിയ യാത്ര. സന്തോഷമായിട്ട് പോയിട്ടോ. ശരി.